നാളെ മഹാശിവരാത്രിയാണ്. അതോടനുബന്ധമായി കുംഭമേള ഈ ഘട്ടത്തിൽ അവസാനിക്കുകയാണ്. കഴിഞ്ഞ 1 മാസക്കാലമായി കുംഭമേളയിൽ 63 കോടിയിൽ പരം ആളുകൾ സ്നാനം നടത്തിയെന്നാണ് പറയുന്നത്. എന്താണ് ഈ കുംഭമേളയുടെ വിവിധ തലങ്ങൾ? ഭാരതത്തിലെ ആത്മീയതയെ കാണുന്നത്, ആത്മജ്ഞാനത്തെ കാണുന്നത്, ആത്മബോധത്തെ കാണുന്നത് 5 തലങ്ങളിലാണ്. കർമ്മമാർഗത്തിൽ കാണാറുണ്ട്, കർമ്മയോഗം വഴി കാണാറുണ്ട്, ആത്മബോധം വഴി അല്ലെങ്കിൽ രാജയോഗം വഴി കാണാറുണ്ട്, ഭക്തിയോഗം വഴി കാണാറുണ്ട്, ജ്ഞാനമാർഗം വഴി കാണാറുണ്ട്, ഭക്തിമാർഗം വഴി കാണാറുണ്ട്, കർമ്മയോഗം വഴി കാണാറുണ്ട്. അങ്ങനെ നിരവധി രൂപത്തിലാണ് ഭാരതത്തിൽ ആത്മീയതയെ കാണുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇതെന്താണ് കുംഭമേള എന്ന് തിരിച്ചറിയണം. പിന്നെ ഐതിഹ്യത്തിൻ്റെ രൂപത്തിലും കാണാറുണ്ട്. ഏതെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ അതിന് ഐതിഹ്യം എന്താണ്, അതിൻ്റെ ഐതിഹ്യം എന്താണെന്നും ഭാരതീയർ അന്വേഷിക്കാറുണ്ട്. അതിൻ്റെ ആത്മീയതലം അന്വേഷിക്കാറുണ്ട്, ഭൗതികതലം അന്വേഷിക്കാറുണ്ട്, കർമ്മതലം അന്വേഷിക്കാറുണ്ട്, ജ്ഞാനതലം അന്വേഷിക്കാറുണ്ട്. ഇങ്ങനെ വിവിധ തലങ്ങൾ. അതുപോലെ തന്നെ യോഗയുടെ തലമുണ്ട്, സാധനയുടെ തലമുണ്ട്, അതും അന്വേഷിക്കും. അങ്ങനെ നോക്കുമ്പോൾ കുംഭമേളയെ അത്തരത്തിലൊന്ന് വിലയിരുത്തുവാനാണ് ശ്രമിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, 12 വർഷത്തിലൊരിക്കൽ നമ്മുടെ ഗ്രഹങ്ങൾക്കുണ്ടാകുന്ന അതിൻ്റെ സ്ഥാനത്തെ സംബന്ധിച്ച് വലിയ ജ്ഞാനം പഴയ ആളുകൾക്കുണ്ടായിരുന്നു. അന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യയോ ദൂരദർശനോ അല്ലെങ്കിൽ ഒന്നും കണ്ടുപിടിക്കുക കാലമല്ലല്ലോ. ദൂരദർശിനിയൊന്നും കണ്ടുപിടിച്ച കാലമല്ല. ആ കാലഘട്ടത്തിൽ ഗലീലിയോ ഒന്നും കണ്ടുപിടിച്ചില്ലല്ലോ. അതിനൊക്കെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ ഗ്രഹങ്ങളുടെ നിലയെ മനസ്സിലാക്കി 12 വർഷത്തിലൊരിക്കൽ ഗ്രഹങ്ങളുടെ സ്ഥാനം ഒരേ രൂപത്തിലൊക്കെ എത്തുമെന്ന് അറിഞ്ഞുകൊണ്ടുള്ള ആ ജ്ഞാനത്തിൻ്റെ വഴിയിലാണ് കുംഭമേളകൾ ആരംഭിക്കുന്നത്. ഇനി ഐതിഹ്യത്തിൻ്റെ വഴിയിൽ ചിന്തിച്ചാൽ അസുരന്മാരും ദേവന്മാരും തമ്മിലുള്ള അമൃതന് വേണ്ടിയിട്ടുള്ള യുദ്ധത്തിൽ അസുരന്മാർ അമൃതം എടുത്തു വയ്ക്കുകയും ദേവന്മാർക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ദേവന്മാർക്ക് അമൃത് കിട്ടുന്നതിന് വേണ്ടി വിഷ്ണുലോകത്ത് നടന്ന തർക്കങ്ങളുടെ ഫലമായി 14 ദിവസം അമൃത് ആർക്കും കിട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സൂക്ഷിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായി കുറേ അമൃത തുള്ളികൾ ഈ പ്രയാഗ്രാജിൻ്റെയും നാസിക്കിൻ്റെയും ഗംഗയുടെയും യമുനയുടെയും ഒക്കെ തീരത്ത് വീണു, 4 സ്ഥലങ്ങളിൽ വീണു. അതിൻ്റെ ഓർമ്മയാണ് എന്നുള്ള ഐതിഹ്യമുണ്ട്. പക്ഷെ അതിൻ്റെ മറ്റൊരു തലത്തിലും അത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ജ്ഞാനതലത്തിൽ അത് വ്യാഖ്യാനിക്കുമ്പോൾ മനുഷ്യൻ്റെ ഭൗതിക തലത്തിൽ തന്നെ അസുരന്മാരുമുണ്ട്, ദേവന്മാരുമുണ്ട്. അസുരന്മാരെ കൊന്നുകൊണ്ട് ദേവന്മാരുടെ ദേവഗുണത്തെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിനുള്ള ആ ചിന്ത എന്ന രീതിയിൽ ചിന്തിച്ചാലും കുംഭമേളയെ നമുക്ക് വിശുദ്ധമായി കാണാവുന്നതാണ്. അതുപോലെ തന്നെ സാധനയുടെ യോഗയുടെ തലത്തിൽ ഇത് പറയാറുണ്ട്. ഇടതുമൂക്കും വലതുമൂക്കും വഴി മാറി മാറി ശ്വസന പ്രക്രിയ നടത്തുകയും ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും ഒക്കെ വിടുകയും ചെയ്യുകയും പുറത്തെടുക്കുകയും അകത്തേക്ക് എടുക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വിവിധങ്ങളായ ശ്വസന പ്രക്രിയയുടെ ഭാഗമായി ശ്വാസത്തെ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് കൊണ്ടുവരികയും ശ്വാസത്തെ പുറത്ത് നിർത്തി കാണാനും അത് ഉള്ളിൽ തന്നെ നിർത്തി അതിൻ്റെ അനുഭവ സാക്ഷ്യം കൊണ്ടുവരാനും കഴിയുന്ന രീതിയുണ്ട്. അങ്ങനെ ഉള്ളിൽ നിർത്തുന്നതിനെ കുംഭകം എന്നൊക്കെയാണ് പറയുന്നത് സന്യാസിമാരുടെ ഭാഷയിലൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ യോഗയുടെ ഭാഷയിൽ കുംഭകങ്ങളെന്ന് പറയാനുണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ സന്യാസിമാരെ സംബന്ധിച്ചിടത്തോളം, യോഗാസനം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം, യോഗ പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം കുംഭകങ്ങളുടെ മേളയാണ്, സമ്മേളനമാണ് കുംഭമേള. ആലോചിച്ച് നോക്കൂ, എത്ര വൈവിധ്യമാണ് ഈ വിഷയം. ഇനി വെളുത്ത നിറത്തിലൊഴുകുന്ന ഗംഗയും കറുത്ത നിറത്തിലൊഴുകുന്ന യമുനയും ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് സംഗമിച്ച് അവയോടൊപ്പം സരസ്വതി നദിയും കൂടി ചേർന്ന്, സരസ്വതി അറിവാണ്, ഒന്ന് പ്രകൃതിയാണ്, ഒന്ന് പുരുഷനാണ്. അപ്പോൾ പുരുഷനും അറിവും പ്രകൃതിയും എല്ലാം കൂടി സംഗമിച്ച് ത്രിവേണി സംഗമമായി ഒഴുകുന്ന ഒരിടം, പ്രകൃതിയിൽ ഏറ്റവും പുണ്യമായ സ്ഥലമായി നമ്മുടെ പ്രാചീനത്തിലുള്ള ആളുകൾ കണ്ടിരുന്നു. അതിന് മറ്റൊരു തലമുണ്ട്. പിന്നെ തീർത്ഥയാത്ര, വെള്ളത്തിലേക്ക് പോയി നദികളിലും കുളങ്ങളിലും അതുപോലെ ജലാശയങ്ങളിൽ പോയി മുങ്ങുന്നത് തീർത്ഥം തേടിയുള്ള യാത്രയാണ്. തീർത്ഥമെന്ന് പറഞ്ഞാൽ മനഃശുദ്ധിക്കും ശരീരശുദ്ധിക്കും പോലെ തന്നെ ആത്മാവിൻ്റെയും ജീവൻ്റെയും ശുദ്ധിക്കും ജലമാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ തീർത്ഥയാത്ര ചെയ്യുമ്പോൾ മനസ്സിൻ്റെ മാനസിക സംഘർഷങ്ങൾ മാറി അമൃത് ശരീരത്തിലേക്ക് ചെല്ലുകയും നമ്മുടെ മൃതം അല്ലെങ്കിൽ
നമ്മുടെ മോശമായ കാര്യങ്ങളൊക്കെ നശിക്കുകയും എന്നുള്ള ഒരർത്ഥവും ഇതിനകത്തുണ്ട്. അപ്പോൾ സ്നാനം ചെയ്യുമ്പോൾ കുംഭമേളയുടെ ഭാഗമായി ത്രിവേണി സംഗമത്തിൽ ഗംഗയുടെയും യമുനയുടെയും സരസ്വതിയുടെയും അറിവിൻ്റെയും മനുഷ്യൻ്റെയും പ്രകൃതിയുടെയും 3 തലങ്ങളുണ്ട്. ആ 3 തലത്തിലുള്ള ത്രിവേണി സംഗമത്തിൽ ചെന്ന് സ്നാനം ചെയ്യുമ്പോൾ തൻ്റെ ഉള്ളിൽ സ്നാനം ചെയ്യുന്നതിന് തൊട്ട് മുന്നുവരെ താൻ എന്ന അഹങ്കാരവും അഹംബോധവും തന്നിൽ എല്ലാ മാലിന്യങ്ങളും ഉണ്ട് എന്ന് തിരിച്ചറിയുകയും എന്നാൽ സ്നാനം ചെയ്തു കഴിയുമ്പോൾ തീർച്ചയായും തൻ്റെ ഉള്ളിലെ ഒരാത്മസംതൃപ്തി കിട്ടുകയും ഒരഹംബോധം മാറുകയും ഞാൻ എന്നത് ഈ പ്രകൃതിയുടെ ഭാഗമാണ്, ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്, എൻ്റെ ശരീരം മാത്രമല്ല, ഞാൻ എൻ്റെ ആത്മാവ് കൂടിയാണ്, അത് പരമാത്മവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള വലിയ ആത്മീയ ചിന്തകളും കുംഭമേളയ്ക്കുണ്ടാവും. അപ്പോൾ 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേള 12x12 144 വർഷമാകുമ്പോൾ അത് മഹാകുംഭമേളയാകുന്നു. അപ്പോൾ നോക്കൂ, ഗണിതശാസ്ത്രം, ജ്യോതിശാസ്ത്രം, ദാർശനികത, കർമ്മയോഗ സിദ്ധാന്തം, ഭക്തിയോഗ സിദ്ധാന്തം, രാജയോഗ സിദ്ധാന്തം, ജ്ഞാനയോഗ സിദ്ധാന്തം, യോഗ സിദ്ധാന്തങ്ങൾ, സാധനയുടെ സിദ്ധാന്തങ്ങൾ, ഐതിഹ്യം, പുരാണ കഥകൾ, ആധുനിക തത്വശാസ്ത്രം, ഇതെല്ലാം ചേരുന്ന മഹത്തായ ഒരു ദർശനമാണ് കുംഭമേള മാനവരാശിക്ക് നൽകുന്നത്. അതുകൊണ്ടാണല്ലോ 1 മാസക്കാലത്തെ പ്രവർത്തനത്തിനിടയിൽ 63 കോടി ആളുകൾ, അതും അപാലവൃത്തം ജനങ്ങൾ, സമൂഹത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലുള്ളവർ, ലോകത്തിൻ്റെ വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ളവർ അവിടെ എത്തിച്ചേർന്നത്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി കഴിഞ്ഞ വർഷം അതിൻ്റെ മാനേജ്മെൻറ്റ് സ്റ്റഡീസുകാർ അവിടെ വന്ന് എങ്ങനെയാണ് ഇത്രയും ജനങ്ങളെ മാനേജ് ചെയ്യുന്നതെന്ന് പഠിച്ച് പേപ്പറാക്കിയിട്ടുണ്ട്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ അത് പഠിക്കുന്നു. ഇനിയിപ്പോൾ അത് അവരുടെ മാനേജ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ സിലബസിൽ എങ്ങനെയാണ് കുംഭമേള ഇത്രയും മനോഹരമായി നടത്തുന്നത് എന്നുള്ളത് ഈ വർഷം നടക്കുന്നതെന്ന് കഴിഞ്ഞ വർഷം വന്ന് പഠിച്ചിട്ട് പോയി. ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാർക്ക് ഇത് അത്ഭുതമാണ്. നാസയിലെ ശാസ്ത്രജ്ഞന്മാർ ഇതിനെ സംബന്ധിച്ച് വലിയ പഠനങ്ങൾ നടത്തുന്നു. അങ്ങനെ ലോകമാകെ അത്ഭുതങ്ങളിൽ നിൽക്കുമ്പോൾ, ഗിന്നസ് റെക്കോർഡിൽ നിൽക്കുമ്പോൾ, ഒരുപാട് ലോകാത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കുംഭമേള നാളെ അവസാനിക്കുമ്പോൾ, ശിവരാത്രി ദിനത്തിൽ അവസാനിക്കുമ്പോൾ ഇവിടെ കുറച്ചാളുകൾ കുംഭമേളയെ അധിക്ഷേപിക്കുകയും എന്താണുള്ളത് അവിടെ നിന്ന് കേൾക്കുകയൊക്കെ ചെയ്യുന്നു. തീർച്ചയായും കുംഭമേളയുടെ തത്വശാസ്ത്രം, കുംഭമേളകളുടെ തത്വശാസ്ത്രം, ദാർശനികത, ആത്മീയത എല്ലാവരും പഠിക്കണം. അത് ഒരു മനുഷ്യജന്മത്തിൽ നമുക്ക് കിട്ടുന്ന പുണ്യമാണ് എന്നുള്ള സങ്കല്പത്തിൽ നിന്നുകൊണ്ട് മനുഷ്യൻ അവൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ജീവനെയും മുക്തിപ്പെടുത്തുന്നതിന് വേണ്ടി, ലിബറേഷന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോകുന്ന മഹത്തായ ഒരു യജ്ഞമാണ്, സഹയജ്ഞമാണ് പ്രജാസൃഷ്ടോ. മറ്റുള്ളവരുടെ ദുഃഖം മാറ്റുന്നതിനു കൂടി വേണ്ടി, അവനവൻ ആത്മസുഖത്തിനും മറ്റുള്ളവരുടെ സുഖത്തിനും വേണ്ടി പ്രാർത്ഥിക്കുവാനും അറിയുവാനും അറിയിക്കുവാനുമൊക്കെയാണ് എല്ലാവരും കുംഭമേളയിലേക്ക് പോകുന്നത്. ഈ യാത്ര നൂറ്റാണ്ടുകളായി, എത്രയോ നൂറ്റാണ്ടുകളായി യാതൊരു പബ്ലിസിറ്റിയും ഇല്ലാതെ ഇത് നടന്നു വരുന്നു. അതാണ് ഭാരതത്തിൻ്റെ ആത്മീയത, ഭാരതത്തിൻ്റെ ചിന്ത, സനാതന ചിന്ത. അതാണ് തലമുറ കൈമാറി ഇപ്പോഴും അനവരതം അനുസ്യൂതം ഭാരതത്തിൽ തുടരുകയാണ്.